ഹലോ, ഞാൻ സുനി സജയ്, രവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ. ഓപ്പോസിറ്റ് രവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ക്രിസ്മസ് വരുമല്ലേ, ന്യൂ ഇയർ, ക്രിസ്മസ്. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ക്രിസ്തു എന്നും ജനിപ്പിച്ചുകൊണ്ടിരിക്കും, ക്രിസ്തുവിനെ എന്നും മരിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മരിക്കലോ ഉയർത്തെഴുന്നേൽപ്പ് ഇതിലൊന്നും അല്ല കാര്യം. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കണം. ക്രിസ്തു മരിക്കാണ്ട് ഞാൻ മരിക്കണം. ഞാൻ എന്ന് പറഞ്ഞാൽ ജഡ ക്യാരക്ടറാട്ടോ. ഞാൻ ദീർഘായുസോടുകൂടി ഇരുന്ന് യഹോവയെ സ്തുതിക്കും. ഞാൻ എന്നുള്ള ആ അഹങ്കാരം, ഞാൻ എന്നുള്ള ആ ജഡ സ്വഭാവങ്ങൾ അത് മരിച്ച് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നിൽ വസിച്ച് യേശുവിൻ്റെ ആ നല്ല അനുഗ്രഹിക്കപ്പെട്ട ബലങ്ങൾ എന്നിൽ നിന്ന് പുറത്തു വരണം. അതാണ്. അപ്പോൾ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതു വർഷങ്ങൾ എല്ലാം വരും. യേശു നമ്മളിൽ വരുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കണേ? ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പനീർ പോലെ ആക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദത്താട്ടോ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അതൊക്കെ വേണ്ടേ? അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധിയൊക്കെ പിന്നെ നമുക്കൊരു പ്രതിസന്ധി അല്ല. പരിശുദ്ധാത്മാവ്, യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ പിന്നെ വേറെ ഒന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട. ആ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴിയടത്തും. സുബോധത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആത്മാവ് നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ബോധ്യം വരെ നമുക്ക് മനസ്സിലാക്കി തരും. നമ്മുടെ നാവിൽ പിന്നെ പറയണത് സംഭവിക്കും. നിങ്ങൾ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു വിശുദ്ധൻ്റെ ഇതാണ്. അപ്പോൾ നമ്മൾ ആ ദൈവാത്മാവ് വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോകത്തെ വിധിക്കും, ദൂതന്മാരെ വിധിക്കും. ഒരു ദൈവമക്കൾക്ക് ചുറ്റും ദൂതന്മാരുണ്ട്, കാല് കല്ലേ തട്ടാണ്ട്. ഇതൊക്കെ ആത്മീയ മണ്ഡലത്തിലെ കാര്യമായിട്ടോ. നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അല്ലെങ്കിൽ ദൈവത്തെ നോക്കുമ്പോൾ കാണാനുണ്ടോ? നമ്മൾ വിശ്വാസത്താലല്ലേ ദൈവത്തിനെ വിശ്വസിക്കുകയല്ലേ ചെയ്യണേ. അപ്പോൾ ബൈബിളിലുള്ള എല്ലാ കാര്യവും വിശ്വസിച്ചാൽ ഞാനതൊക്കെ വിശ്വസിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ചുറ്റും ദൂതന്മാരുണ്ട്. ഞാൻ പോകുമ്പോൾ യേശുവിൻ്റെ മോള് വന്നു ഇങ്ങനെ ഒച്ചയൊക്കെ കേട്ട് ഇങ്ങനെ അങ്ങനെയായിരിക്കും എൻ്റെ പോക്കും നടപ്പും ഒക്കെ. ദൂതന്മാർ ചുറ്റും നടന്ന് അങ്ങനെയൊക്കെ ഒത്തിരി ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ പഠിക്കുക. ക്രിസ്തുമസിനൊക്കെ എന്താണ് ക്രിസ്തു. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് കാണുക. മുടിയുടെയാണ്. എല്ലാവരും തന്നെ അധികവും കരാട്ടിനാണ് വന്നെ. പിന്നെ കരാട്ടിൻ നമ്മൾ ചെയ്യണത് ഏറ്റവും നല്ല ഇപ്പം നിലവിൽ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി. ഏറ്റവും അപ്ഡേഷൻ, ഏറ്റവും നല്ല റിസൾട്ടും അതാണ്. അപ്പം അതാണ് ചെയ്യണേ. പിന്നെ നമ്മൾ ഹെയർ ലാക്സിങ്, സ്മൂത്തനിങ് എല്ലാം ചെയ്യണ്ട കേട്ടോ. അപ്പം വീഡിയോസൊക്കെ കാണുക. അപ്പം നമ്മുടെ ഹെയർ ഇങ്ങനെ ചെയ്തിട്ട് ഒരു 8-9 മാസം നമുക്ക് ചീക പോലും വേണ്ട. ഞാൻ ചീകാൻ പോലും മറന്നുകൊണ്ട് ഇങ്ങനെ ആഴ്ച 2 ദിവസം തല നനയ്ക്കുള്ളൂ. ഇങ്ങനെ 2-3 ദിവസം എപ്പോൾ തല നനച്ചാലും ആഫ്റ്റർ കെയർ ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇങ്ങനെ കിടന്നോളും. അതിങ്ങനെ നമുക്കൊരു വലിയൊരു അനുഗ്രഹം. നമ്മളിപ്പോൾ വാഷിംഗ് മെഷീനും ഗ്യാസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കത്തിച്ച്, അടുപ്പിൽ തീ കത്തിച്ചപ്പോൾ എത്ര പേർക്കറിയാം കഞ്ഞിയൊക്കെ വയ്ക്കാൻ. അപ്പോൾ എനിക്കറിയാവുന്ന കേട്ടോ. പക്ഷെ ഞാൻ തീ കൂട്ടിയാൽ തീ പിടിക്കില്ല. ആരെയും സഹായത്തിന് വിളിക്കാൻ തീ പിടിപ്പിച്ചാൽ പിന്നെ കുഴപ്പമില്ല. കുറേ നേരം വിളിക്കാൻ തീ പിടിക്കില്ല. അതെന്ത് പരകൃതിയാണോ അതുപോലെ നമുക്ക് ഇതും അതുപോലെ യൂസ്ഫുള്ളാണ്. നമ്മളങ്ങനെ ഇതായിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാണ്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുക. നമ്മളെ തന്നെ സ്നേഹിക്കുക. ഫേഷ്യലൊക്കെ ചെയ്യുക. 25% ഓഫറുണ്ട്. ഈ ജനുവരി 31 വരെ 25% ഓഫറുണ്ട്. പിന്നെ മുടിക്ക് 15% ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ഓഫർ ഒരു ശരിക്കും മസ്റ്റായിട്ട് 30 വയസ്സിൻ്റെ താഴെയുള്ള ഒരു ക്ലീനപ്പ് നടത്തിയാൽ മതി. 30 വയസ്സിൻ്റെ മേളിലാകുമ്പോൾ മാസത്തിലൊരു ഫേഷ്യലോ 2 മാസം കൂടുമ്പോൾ ഒരു ഫേഷ്യൽ. 40 വയസ്സ് കഴിഞ്ഞാൽ മാസത്തിലൊരു ഫേഷ്യൽ. 50 വയസ്സ് കഴിഞ്ഞാൽ മാസത്തിൽ 2 ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നോക്കിയാൽ 10,000 രൂപയുടെ ഡ്രസ്സൊന്നും ഇട്ടിട്ടൊരു കാര്യമില്ല. മുഖത്തേട്ടൊക്കെ എല്ലാവരും നോക്കുള്ളൂ. ഹെയർ, സ്കിന്ന്, ഇത്. അപ്പം നമ്മുടെ ഹെൽത്ത് കുടുംബത്തിൻ്റെ അസറ്റാ, ലോകത്തിൻ്റെ അസറ്റാ, മക്കളുടെ അസറ്റ്, ഏറ്റവും വലിയ അസറ്റ്. മക്കൾക്ക് വേണ്ടി എല്ലാവരും കാശുണ്ടാക്കാനാ, അവനവന് കാശ് ചിലവഴിക്കാണ്ട്. അതൊക്കെ പണ്ട് ഒരു കാലഘട്ടം മുമ്പിലത്തെ കാര്യം. ഇപ്പം എൻ്റെ അമ്മയൊക്കെ ജീവിച്ചിട്ട് പോലുമില്ല. എപ്പോഴും മക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ. ഇപ്പോഴങ്ങനെയൊന്നുമല്ല. നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമുക്കൊരു ജന്മകാലം തന്നിട്ടുള്ളൂ. നിൻ്റെ അധ്വാനം പോലെ നീ ഭക്ഷിക്കുന്ന യേശുവരാൻ പറഞ്ഞേക്കണേ. അപ്പോൾ മക്കൾക്കുള്ള അവർക്ക് അധ്വാനിക്കാൻ പ്രായമായാൽ പിന്നെ അവരധ്വാനിച്ചോളും. അപ്പോൾ ഇതൊക്കെ എന്നോട് എപ്പോഴും എല്ലാവരും പറഞ്ഞു ഞാൻ കാര്യമാട്ടോ. ഞാനത് നിങ്ങളോട് പറയണതുള്ളൂ. ഞാനൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി, ടൂറൊക്കെ പോകാൻ വേണ്ടി എല്ലാവരും എന്നെ ഉപദേശിക്കുന്നതാണേ. അപ്പോൾ എല്ലാം ചെയ്യാൻ വരിക. അത്രയും വലിയ ഓഫറുണ്ട്. നമ്മൾ ഗീവ് അവേ നമുക്ക് തുണിക്കടയിലും ഉണ്ട് കേട്ടോ.
1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഇങ്ങനെ നമുക്ക് കിട്ടും. ഓൺലൈൻ ഫേസ്ബുക്ക്, യൂട്യൂബ് ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഗോൾഡൻ ഡയമണ്ട്സും ഉണ്ട് കേട്ടോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഇതുപോലെ തന്നെ ഗീവ് അവേ ഉണ്ട്. ഡയമണ്ട് റിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്ന് എല്ലാം ഫോളോ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് കിട്ടണത്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് സ്വർണ്ണക്കടയിൽ ഇപ്പോൾ വന്ന കോയിൻ 25,000 രൂപയുടെ പർച്ചേസിന് ഒരു കോയിൻ അങ്ങനെയുണ്ട് കേട്ടോ. അതുകൂടാണ്ട് നമ്മൾ ബമ്പർ ഞെരക്കെടുപ്പ് ഡയമണ്ട് റിങ്ങുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ എല്ലാ ക്രിസ്മസ്, ന്യൂ ഇയർ ഓഫറുകളൊക്കെ ഇതൊക്കെ ആസ്വദിക്കുക. ഈ തവണത്തെ ക്രിസ്മസ്, ന്യൂ ഇയറും രേവതിയോടൊപ്പം വേണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഈ മുടി ചെയ്യാൻ വന്നേക്കണ ഹെയർ മേക്ക് ഓവറിനാട്ടോ. നമ്മൾ തന്നെ നേരത്തെ ചെയ്ത 1 വർഷമൊക്കെ ആയെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ അതുപോലെ ഇരിക്കണം. തലേന്ന് കിളുത്ത് വന്നതിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. പിന്നെ കളറും ഒക്കെ ചെയ്യാറായി. അപ്പോൾ ഈ മുടി ചെയ്ത് കഴിയുമ്പോൾ പരസ്യത്തിന് വെല്ലണ പോലെ. അപ്പോൾ ഇത് മുടി ചെയ്ത് കഴിഞ്ഞ് പുറകിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മുടി കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു 27കാരി ഒക്കെയൊക്കെ തോന്നിക്കുള്ളൂ. അത്രയും യങ് ലുക്കിയിട്ട് വരും. നമ്മൾ സ്കിന്നും ഫേസും മുടിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ദൈവം അങ്ങനെയുള്ള ബുദ്ധിയൊക്കെ കണ്ടുപിടിക്കാൻ കിട്ടിയിട്ടല്ലേ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണേ. അപ്പോൾ ദൈവം പറഞ്ഞ പോലെ നമ്മുടെ യൗവനം കഴുകാനെ പോലെ പുതുക്കി വരട്ടെ. നമ്മൾ കാഴ്ചയിലും അങ്ങനെ തന്നെ ആകട്ടെ. അപ്പോൾ മിററൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകണ്ടേ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നോക്കി വെയിറ്റ് ചെയ്യട്ടോ. പരസ്യത്തിന് വരണ പോലെ ആകുന്ന കാഴ്ച ഇപ്പോൾ തന്നെ കാണാം. ഇവിടെ മുടി ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നേരത്തെ നമ്മുടെ അടുത്ത് ചെയ്താട്ടോ. 1 വർഷം മുമ്പ് ചെയ്ത അല്ല, കറക്റ്റ് 1 വർഷമായിരുന്നു പറഞ്ഞത്. 1 വർഷം മുമ്പ് ചെയ്ത് ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത്. കറക്റ്റ് 1 വർഷം കഴിഞ്ഞാട്ടോ വന്നേക്കണം ചെയ്യാൻ. അപ്പോൾ നമുക്കൊന്ന് കാണാം. മുടിയുടെ നല്ല മുടിയൊക്കെ ആട്ടോ. പിന്നെ വൈറ്റ് ഹെയർ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ മിക്കവാറും ആരോഗ്യവും D3 ഒന്നും നോക്കുകയില്ല. അതൊക്കെ നമ്മളെ ഓടിച്ചെന്ന് D3യുടെ ഇപ്പം കഴിച്ചിട്ട് കാര്യമില്ല. നേരത്തെ മുതൽ D3 ഒക്കെ ഇപ്പോഴേ നമുക്ക് ഈ ബോധം ഉണ്ടായി. എൻ്റെയൊക്കെ വൈറ്റ് ഹെയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കും ബോധം ഉണ്ടായി. ഇതേണ്ടോ. അപ്പോൾ നമ്മുടെ മക്കളുടെയും നമ്മുടെയൊക്കെ D3 ടെസ്റ്റ് ചെയ്യുക. ഇപ്പോഴായാലും നമുക്ക് ആ ബോധം കിട്ടിയില്ലോ ദൈവകൃപയാൽ. ഇത് കണ്ടോ, ഭയങ്കര റഫായിരുന്നു. ഇപ്പോൾ ഭയങ്കര സോഫ്റ്റായി. അത് തന്നെ നമുക്കൊന്നും ചെയ്താൽ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ് മുടി ചെയ്തിട്ട് നല്ല കംഫർട്ടബിളാണോ? ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നന്നായിട്ട് നല്ല സുഖമായിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ചെടിക്കാരിയും പ്രാവശ്യം ഞാൻ തിരിച്ചറിഞ്ഞില്ല. വെയിലത്തേക്കടെ ഉള്ള ചെടിയില്ല. ഞാൻ മുഴക്ക് പറഞ്ഞു മോക്കൊക്കെ കരുവാളിച്ചു അവിടെ വെയിലത്തേക്കടെ പറഞ്ഞുകൊണ്ടുള്ള വിശപ്പായിരിക്കുമല്ല. അപ്പോൾ ഞങ്ങൾ പറ്റുണ്ട്. ഇപ്പോൾ വൈകുന്നേരം പറഞ്ഞത് രാത്രിയാണ്. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം വരിക. നമുക്ക് ആ സൗകര്യം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ചെയ്യാണ്ടിരിക്കില്ല. നമുക്ക് ആ മുടി ഇങ്ങനെ ഒഴുകി കിടക്കുക നമ്മുടെയൊക്കെ സ്വപ്നമല്ലേ. പണ്ട് ഈ ജപ്പാൻകാരും കൊറിയക്കാരും അവരുടെയൊക്കെ മുടി കാണുമ്പോൾ നമ്മളിങ്ങനെ പൊതിച്ച് നോക്കാറില്ലേ. ഞാനിവിടെ ഒരു കൊച്ചിനെ ഒരുക്കിയിട്ട് അവർ എല്ലാം 6 മാസം കൂടുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണ്. ഒഴുകി കിടക്കും. അതിൻ്റെ പിടിച്ച് കെട്ടാൻ പാടാണ് കല്യാണത്തിന് അതിൻ്റെ ഒരുക്കിയപ്പോൾ. അപ്പോൾ ഇങ്ങനെ മുടി അവരെല്ലാം പുറത്തുള്ളവരെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ട് അവർ നടക്കൂല. നമ്മളെപ്പോലെ മുടിയല്ലേ ഇങ്ങനെ പൊങ്ങിയെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പല്ല് പൊങ്ങിയാൽ കിട്ടിക്കില്ലേ, അതേ അവസ്ഥയാണ് ലോകമെമ്പാടും. അപ്പോൾ ഇങ്ങനെയൊക്കെ മുടി ചെയ്യാനുള്ളവർ വരിക, ചെയ്യുക, ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുക. കരാട്ടിനാണ് അവരെല്ലാം ചെയ്തേക്കണേ. കരാട്ടിൻ ബയോടാനിക്സ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയാണ് ചെയ്യണത്. അതൊരു ഓർഗാനിക്കാണ്. 40 വാഷേ ഉള്ളൂ. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വേറെ വല്ല ഷാമ്പു ഇട്ടാൽ ഇത് പോകും. അപ്പോൾ ഈ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം കരാട്ടിൻ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ വിറ്റാമിൻ ഗുളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. കഴിക്കുന്നതൊക്കെ നല്ലതാണ്. സിഗ്ലോവൈറ്റും ബയോട്ടിനും നാനോ ഇത് പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാം. അപ്പോൾ ഫുഡ് മറക്കരുത്. ABC ജ്യൂസ്, പച്ചക്കറി എല്ലാം വേണം കേട്ടോ. ചിങ്ങീനും ഒക്കെ വേണം. അപ്പോൾ ശരി എന്നാൽ പെട്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഓഫറുണ്ട് കേട്ടോ. 15% കുടിക്കും. 15 ആട്ടോ. 25% ഫേഷ്യൽ എല്ലാത്തിനും ഉണ്ട്. നമുക്ക് ഒത്തിരി നല്ലതാണ്. ഇടയ്ക്കൊരു ഫേഷ്യൽ മാസത്തിലൊരിക്കൽ ഇപ്പം വഴക്കൊന്നും വേണ്ടിക്ക് വന്നു. മറ്റേ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വന്നാൽ പിന്നെ വരില്ല, മടിയായിട്ടിരിക്കുക. മാസത്തിലൊരിക്കൽ ഞാനിവിടെ ഒത്തിരി പേരുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. മാസത്തിലൊരിക്കൽ മുഖവും കെയർ സ്പായും ഇതൊക്കെ ചെയ്യുന്ന ഒരു കളറൊക്കെ ഒരു കുത്തുപോലും അവരുടെ മുഖത്തില്ലെന്നേ. അപ്പോൾ ഞാൻ ഓർക്കും, ഞാൻ എന്നിട്ട് ആരെയും എന്നെ വഴക്ക് പറയുമ്പോൾ ഞാൻ ഓടി വന്ന് ചെയ്യണം. എനിക്ക് ഭാഗം ഉണ്ടായിട്ടേ അയ്യോ ഇതെന്നെ മുഖം ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഓടി വന്ന് ചെയ്യണം. അപ്പോൾ അതൊരു ചിട്ടയായിട്ട് ആരോഗ്യം നോക്കണം. സൗന്ദര്യം ഒത്തിരി വലുതാണ്.
കണ്ണാടി വെക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തോന്നണ്ടേ. അപ്പം അന്നേരമല്ലേ നമുക്ക് അതൊക്കെ നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. നാട്ടുകാരെ കാണിക്കാനൊന്നുമല്ല. ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഓടി വരും. ഫംഗ്ഷന് വേണ്ടിയാണോ? നമ്മുടെ കരുത്തിന് വേണ്ടി. നമ്മൾ കണ്ണാടി വെക്കുമ്പോൾ അത് സുന്ദരികളായിട്ടിരിക്കണം, എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കണം. യേശുദാസ് ഇങ്ങനെ വിശുദ്ധ മന്ദിരമല്ലേ. അപ്പോൾ ശരി, എന്നാൽ പെട്ടെന്ന് എഴുതിയിട്ട് എല്ലാവരും വായോ. നമ്മളെ ഹെയർ മേക്ക് ഓവർ ചെയ്തായിരുന്നു കേട്ടോ, കരാട്ടും ചെയ്ത് പ്രായം കുറഞ്ഞ കൊച്ചായത് കാരണം പെട്ടെന്ന് വളർന്നു പോകുന്നു കേട്ടോ. തലേന്ന് കിളുത്തു വന്ന ഇടം മാത്രമാണ് ഷേപ്പ് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിനി ഇങ്ങനെ മുടി അധികം നീണ്ടയാളല്ല അധികം. അപ്പോൾ ഇതിന് നല്ല തിക്കൊക്കെ ആയിട്ട് ഇപ്പോൾ മുടി കിളുത്തു വന്നേക്കണേ. ഇപ്പോൾ എല്ലാവരും പറയും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മുടി ഉണ്ടാവില്ല. നല്ല തിക്കായിട്ട് ഇപ്പോൾ ഉള്ള മുടി ഉണ്ടാക്കിയേക്കണേ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതും പരസ്യത്തിനെ പോലെ ആകണം കണ്ടോ കേട്ടോ. ഇതൊക്കെ ചെയ്തിടുമ്പോൾ നമുക്ക് മുടിയില്ലെന്ന് തോന്നൂല. അപ്പം മുടി ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മുടി ആവശ്യത്തിനുണ്ട്. ഈ വെച്ച് വെക്കുകയും ഇഴപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മുടിയൊക്കെ നമ്മളെല്ലാം ശ്രദ്ധിച്ചാൽ മതി. മൾട്ടി വിറ്റാമിനും ആഫ്റ്റർ കെയറും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നല്ല ഭംഗിയാകും. അവരെല്ലാം നന്നായിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണ്ട കേട്ടോ. ഞാനത് ഒത്തിരി നിർബന്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല അതിമനോഹരമായ കാഴ്ച കാണാൻ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാട്ടോ. മോളിപ്പോൾ രണ്ടാമത്തെ തവണയിലെ കരാട്ട് ചെയ്യണേ. അതിന് മുമ്പ് ട്രീറ്റ്മെൻറ്റ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഹെയർ ലൈസ് സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അത് ഇവിടെ ആയിരുന്നു. ഇവിടെ കരാട്ടിൽ ചെയ്യാമോ? നമ്മുടെ അടുത്ത് കരാട്ടിൽ ഒരു പ്രാവശ്യം ചെയ്ത മെയിലായിരുന്നു. മെയിൽ ചെയ്ത് ഇപ്പം റീഅടിക്കാൻ വന്നതാണ് കേട്ടോ. ആശാദിക്ക് പെട്ടെന്ന് മുടി വളർന്നുണ്ടായിരുന്നു. അത് പ്രായം അനുസരിച്ചാണ് മുടി. എനിക്കൊക്കെ ഇപ്പോൾ എനിക്ക് വലിയ മുടി നീളാറുണ്ട് കേട്ടോ. ഇച്ചിരി കുറഞ്ഞൊന്നൊരു സംശയം. ബിരിയൊക്കെ കിട്ടുന്നതൊക്കെ കണക്കായി. വിറ്റാമിൻ ഗുളിക തിന്നതിനനുസരിച്ച്. അപ്പോൾ മുടി നീണ്ടത് മാത്രമായിരുന്നു പ്രശ്നമുള്ളൂ. പക്ഷെ കരാട്ടം ചെയ്യുമ്പോൾ മൊത്തം ചെയ്യും കേട്ടോ. ഇപ്പം മുടിക്ക് തിക്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിയിലത്തെക്കാലൊക്കെ ഇവിടെയൊക്കെ നല്ല തിക്കായി. ഇത് പെട്ടെന്ന് മുടിയങ്ങ് നീണ്ടോളും. ആർക്കും അങ്ങനെ വലിയ നീളത്തിനോടൊന്നും താല്പര്യമില്ല. കേട്ടോ ഫുള്ള് കരാട്ടിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിലിരിക്കും നമ്മളെ മുടി. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാണ്. കരാട്ടിൻ നമ്മൾ ചെയ്തേക്കണേ നാനോ ഫോഴ്സ് പ്ലസ് പി ബയോട്ടാനിക്സ് ആട്ടോ. അപ്പോൾ ഇതൊരു നാച്ചുറൽ ലുക്കിലിരിക്കും. അപ്പോൾ സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടോ അപ്പോൾ ചെയ്തത്? ഇഷ്ടപ്പെട്ടല്ലോ. രണ്ടാമത്തെ തവണ നമ്മുടെ അടുത്ത് തന്നെ ആഫ്റ്റർ കെയർ ഒക്കെ ശരിക്കും യൂസ് ചെയ്യണ്ടല്ലേ. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുമ്പോൾ തന്നെ മുടി വളരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ബയോട്ടാനിക്സും സോറി അത് ചെയ്യണ ക്രീമിൻ്റെ വരിക ബയോട്ടിക്, പിന്നെ സിങ്കോവൈറ്റും ബയോട്ടിനും തീവ്രം ബയോട്ടാനിക്സും കഴിച്ച് കഴിക്കരുത്. ബയോട്ടിക് മുടിക്കുള്ള വിറ്റാമിൻ ഗുളിക, പിന്നെ സിങ്കോവൈറ്റ് ഒക്കെ മാറി മാറി കഴിക്കണം. D3 നോക്കണം. പക്ഷെ D3 നോക്കിയായിരുന്നു. D3 ഒന്ന് നോക്കണം കേട്ടോ. വൈറ്റ് ഹെയർ അതിലൊക്കെ ഉണ്ട്. അത് ഈ D3 കുറയുമ്പോൾ വൈറ്റ് ഹെയർ വരും എന്നാണ്. തടി വെക്കും, വൈറ്റ് ഹെയർ വരും, പല്ലിന് കംപ്ലൈൻറ്റ് വരും, മേലൊക്കെ വേദന വരും, നീർക്കെട്ട് കയറുന്നൊക്കെ. ഞാനിപ്പോൾ എല്ലാ ആഴ്ചയിലും ഇവിടെ എല്ലാവരും എല്ലാ ആഴ്ചയിലും കഴിക്കേണ്ടത്. ഞാൻ മേടിച്ചു വെച്ചു എല്ലാ ആഴ്ചയിലും കഴിക്കാൻ മറന്നു പോവാണ്. അതാണ് പ്രോബ്ലം. നമ്മളത് ഓർഡറിലൊന്നും കഴിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടും. അപ്പോൾ D3 കഴിക്കണം. എല്ലാം മറക്കാണ്ട്. പിന്നെ ABC ജ്യൂസ്, ഇലക്കറി, പച്ചക്കറി. ഹെൽത്താണ് വെൽത്ത്. ആരോഗ്യം ഉണ്ടെങ്കിൽ പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. രോഗം ഇങ്ങനെ കിടക്കുമ്പോൾ. അപ്പോൾ ഹെൽത്ത് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ഹെൽത്തിന് ഇതായിട്ട് ഉറക്കമില്ലായ്മയും ടെൻഷനൊന്നും വേണ്ടല്ലോ. ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. നമ്മളെ തന്നെ നമ്മൾ നന്നായിട്ട് നോക്കുക. ദൈവം വസിക്കുന്ന വിശുദ്ധ മന്ദിരമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ളവരെല്ലാവരും പെട്ടെന്ന് പോലെ. അപ്പോൾ ഇപ്പോൾ രേവതി ബ്യൂട്ടി പാർലർ 25% എല്ലാത്തിനും ഓഫറുണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റിന് 50% ഓഫറുണ്ട്. പിന്നെ ഒരു കൂട്ടരെൻ്റെ ഫ്രണ്ട് കളിയാക്കിയിട്ടൊക്കെ പോയേ ഉള്ളൂ. നീ എന്നാടി നന്നാകാൻ തീരുമാനിച്ചു, എല്ലാത്തിനും ഓഫറൊക്കെ വെച്ചേക്കാം. ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ശരിയല്ല. ഈ ഹെയർ മേക്ക് ഓവറും എല്ലാം കരാട്ടിന് കേട്ടോ. കരാട്ടും ചെയ്യാൻ വന്നേക്കണം. നിങ്ങൾക്ക് എല്ലാം കാണുമ്പോൾ അറിയാം. ഇതെല്ലാം നമ്മൾ ചെയ്തേക്കണം മുടികളാണ്. അതിൻ്റെ മേളിലത്തെ മുടി മാത്രമാണ് കിളുത്ത് വന്നത് മാത്രമാണ് 5-8 മാസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ തല അടിക്കാറാവും ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും. കാരണം തലയോട്ടി ഇങ്ങനെ താഴെ വരെ ആ റബ്ബർ ബാൻഡ് വൈറ്റ് ഇട്ടിടം വരെ മുടി നീളും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് ആ എന്ത് ഭംഗിയായിരിക്കും മുടിയെന്ന് കണ്ടോട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ നീണ്ടു വരുമ്പോഴത്തേനും നമ്മളോട് എന്നാ പറ്റി ഞാനും മുടി ചെയ്യാൻ ആകാറാകുമ്പോഴത്തേനും എല്ലാവരും ചോദിക്കും എന്ത് പറ്റി മുഖത്തിന്. നമുക്കതങ്ങ് നമ്മൾ ഈ യൂസ്ഡ് ആയില്ലേ ഇങ്ങനെ മുടി ചെയ്തൊക്കെ. അപ്പോൾ ആ ഒരു ലുക്കൊന്നും ഒക്കെ മാറും. അപ്പോൾ നമുക്ക് അത് ഭയങ്കര ഒരു ഇതാട്ടോ. നമ്മുടെ ഹെയർ മേക്ക് ഓവർ നമ്മളെ ആളെ മാറ്റിയ പോലെ ആവും.
അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞുള്ള അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യട്ടോ, നല്ലൊരു റിസൾട്ട്. ഹലോ, ഈ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് വേണ്ട മുടിയൊന്നും ഇല്ലെന്നാട്ടോ പറഞ്ഞത്. പക്ഷെ ഇത്രയും മുടിയൊക്കെ പോരെ. ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ സിൽക്കി ഹെയർ ഇപ്പം ഇങ്ങനെ കിടന്നാൽ പോരെ. മുടി ഉള്ളതിനെ നന്നായിട്ട് ഇട്ടാൽ മതി. ഇതിപ്പോൾ മുടി ഇല്ലെന്നൊന്നും പറയാനില്ല. ഇപ്പം എല്ലാവർക്കും ഇത്രയും മുടിയൊക്കെ ഉള്ളൂ. നല്ല സോഫ്റ്റ് സിൽക്കി ഹെയറാണ്. ഇത് കണ്ടോ, ഇത് ട്രീറ്റഡ് ഹെയർ ആണെന്ന് കണ്ടാൽ തോന്നുമോ? ഈ കരാട്ടിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇത് നാച്ചുറലായിട്ട് തോന്നുള്ളൂ. നമുക്കിങ്ങനെ വടി പോലെ കിടക്കണമെന്നില്ലോ. അത് കാരണം എല്ലാവരും കരാട്ടും ചെയ്യാൻ തന്നെ. അപ്പോൾ അത് ചെയ്തതാണ് അത് തോന്നുകയും ചെയ്ത് ഒരു നാച്ചുറൽ ലുക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഇത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആട്ടോ. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ, എന്നാൽ നമുക്കത് നീണ്ടു നിൽക്കുകയുള്ളൂ. പിന്നെ അത് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് മുടി പെട്ടെന്ന് വളരും, അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും മുടി വളരുന്നത് ഇഷ്ടമല്ല. നമ്മുടെ ഇവിടെയൊക്കെ മുടി പോയാൽ നമുക്ക് ഏജ് തോന്നിക്കും. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയൊന്നും മുടി പോകില്ല. മുടിക്ക് പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ബയോട്ടിനും സിങ്കോവൈറ്റും ഒക്കെ മാറി മാറി കഴിക്കണം. D3 ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ ആരോഗ്യം കേട്ടോ, നമ്മുടെ കുടുംബത്തിൻ്റെ അസറ്റ്, ലോകത്തിൻ്റെ അസറ്റ്. നമ്മൾ നല്ല ഗ്ലാമറിൽ ഇരുന്നാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമ്മൾ ആരോഗ്യത്തോടുകൂടി പണിയെടുക്കുമ്പോൾ കുടുംബത്തിന് ഒത്തിരി അസറ്റ് അല്ലേ, ലോകത്തിനും അനുഗ്രഹം. അപ്പോൾ എപ്പോഴും നമ്മുടെ മേക്ക് ഓവറൊക്കെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ, നാട്ടുകാരെ കാണിക്കാനൊന്നുമല്ല. ആരും നമ്മളെ നോക്കും? നമ്മളല്ലേ നമ്മളെ കൂടുതൽ കണ്ണാടി നോക്കുന്നത്, അല്ലാണ്ട് വേറെ ആരും നോക്കാനുണ്ടായിട്ടൊന്നുമല്ല. ഇത് നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു വിശ്വസിക്കുന്ന വിശുദ്ധ മന്ദിര. ഇതിനെ ഗ്ലാമറിൽ കൊണ്ടുവരണം, അങ്ങനെയല്ലേ ലോകം സൃഷ്ടിച്ചേക്കണം. അപ്പോൾ ഇത് അതിമനോഹരമായിട്ടുണ്ട്. ഇനി ഒന്ന് അരിയിലേക്ക് വരെ വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ട്, അതൊന്ന് മൊത്തം ഒന്ന് കളറൊക്കെ ചെയ്യണം. അത് നമുക്കിങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴുകാൻ വരുമ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞാൽ കഴുകാവുള്ളൂ. അന്നേരം ഒന്ന് കളറൊക്കെ ചെയ്ത് മൊത്തം ഒന്ന് കളർ ചെയ്യണം. പിന്നെ ഇടയ്ക്ക് എടുത്ത് വരുമ്പോൾ ടച്ച് ചെയ്താൽ മതി ഫ്രണ്ടൊക്കെ. മാക്സിമം കളറിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇച്ചിരി വൈറ്റ് വരുമ്പോഴത്തേനും ഇതേ തറച്ചിട്ടുണ്ടോ, എൻ്റെയൊക്കെ പ്രശ്നം ആരെങ്കിലും കണ്ടുപിടിക്കും. എന്നിട്ട് പറയുമ്പോഴത്തേനും ടെൻഷൻ കയറും. അയ്യോ എന്നാൽ ചെയ്തേക്കാന്ന് ഓർക്കും. സത്യത്തിൽ ആരും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. അപ്പോൾ പിന്നെ മുടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കംഫോർട്ടായിട്ട് ഏറ്റവും സുഖം. അപ്പോൾ ശരി എന്നാൽ.